UDF സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കവേ നിലപാട് കടുപ്പിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. 10 സീറ്റുകൾ ഇത്തവണയും വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് കോട്ടയത്ത് ഇന്ന് ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിലെ തീരുമാനം. കഴിഞ്ഞ തവണ കോൺഗ്രസും കേരള കോൺഗ്രസും സമാനമായ തോൽവിയാണ് നേരിട്ടത്. UDFുമായുള്ള ചർച്ചകളിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് ഉന്നതാധികാര സമിതി യോഗം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഴുവൻ സീറ്റുകളിലും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ വരുമെന്നാണ് പാർട്ടി ചെയർമാൻ PJ ജോസഫിന്റെ പ്രതികരണം. ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക, VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ വിജയിപ്പിക്കുക, ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തൂ. ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിലാണ് മത്സരിക്കാൻ കഴിഞ്ഞത്. പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള 10 സീറ്റും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കണം എന്ന ആവശ്യം UDF യോഗത്തിൽ പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തിൽപ്പെട്ട നേതാക്കൾ ആരും ഏതെങ്കിലും ഒരു സീറ്റ് പോലും ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് പ്രധാനപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്ന നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല. ലേബി സജീന്ദ്രനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ലേബി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിന്റെ ചില സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ പക്ഷേ കടുപ്പിച്ചു തന്നെയാണ് ജോസഫ് വിഭാഗം. ഇന്നത്തെ യോഗത്തിൽ നടന്ന ചർച്ചകൾ എങ്ങനെയൊക്കെയാണ്? വിനീത, ഇന്നത്തെ യോഗം ഹൈപ്പവർ കമ്മിറ്റിയിൽ ഇത്തരത്തിൽ സീറ്റ് സംബന്ധിച്ചുള്ള പൊതുവായ ഒരു ചർച്ചയൊന്നും ഒരിക്കലും കടന്നു വരില്ല. 50ഓളം പേരുണ്ട്, അതിലായിരിക്കില്ല അത്തരത്തിലുള്ള ചർച്ച. അതിനു മുമ്പ് തന്നെ ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ നമ്മൾ ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു വിനീത. ഒരു തരത്തിലും ഈ കയ്യിലുള്ള 10 സീറ്റുകളും വിട്ടുകൊടുക്കില്ല എന്നത് തന്നെയാണ് തീരുമാനമെന്ന് ഇന്ന് അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞുവെന്നേ ഉള്ളൂ. ഇവരുടെ ഉള്ളിലെ ധാരണ നേരത്തെ തന്നെ ഇത്തരത്തിലാണ്. അതായത് പ്രാഥമിക ഘട്ട ചർച്ച UDFിന്റെ നടന്നു കഴിഞ്ഞു. അതിലാണ് ഈ 4 സീറ്റുകൾ മടക്കി നൽകണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത്. അതിനോടുള്ള പ്രതികരണം അവർ നേരത്തെ തന്നെ രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതായത് സീറ്റുകൾ കൈവശമുള്ള സീറ്റുകൾ നൽകില്ല എന്ന്. വിനീത, ഓർക്കേണ്ടതുണ്ട്, കഴിഞ്ഞ പിളർപ്പിന് ശേഷം നടന്ന 2021 തെരഞ്ഞെടുപ്പിലാണ് കേരള കോൺഗ്രസ് UDFിനൊപ്പം നിന്നുകൊണ്ട് 10 സീറ്റുകളിൽ മത്സരിച്ചത്. എന്നാൽ ഈ കേരള കോൺഗ്രസിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ അതിന്റെ പിളർപ്പും ലയനവും അന്നത്തെ സീറ്റ് നിലയുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 91 മുതൽ ഇങ്ങോട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം LDFിനൊപ്പമാണ് നിൽക്കുന്നത്. ആ സമയത്ത് 2006 തിരഞ്ഞെടുപ്പൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അന്ന് 6 സീറ്റുകളിലാണ്, അന്ന് PJ ജോസഫ് മന്ത്രിയായ സമയത്ത് അന്ന് 6 സീറ്റുകളിലാണ് LDF ജോസഫ് വിഭാഗത്തിന് അന്ന് നൽകിയിരുന്നത്. LDFിലായിരിക്കും. അന്നേരം ലയനത്തിന് ശേഷം 2010 ലയനത്തിന് ശേഷം നടന്ന 2011 തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും തൊട്ടടുത്ത 2016 തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും കേരള കോൺഗ്രസ് ഇവർ ലയനത്തിന് ശേഷം ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിച്ചപ്പോൾ അന്ന് UDF ഇവർക്ക് നൽകിയ സീറ്റുകളുടെ എണ്ണം 13ആണ്. ആ സീറ്റുകളാണ് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ പിളർപ്പിന് ശേഷം കേരള കോൺഗ്രസ് UDFിനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിന് 10 സീറ്റുകളും LDFിലേക്ക് പോയ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കണക്കുകൾ തന്നെയാണ് കോൺഗ്രസിലെ ഒരു പൊതുവികാരമായി വന്നിരിക്കുന്നതും കോൺഗ്രസിലെ പല പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ഇത്തരത്തിൽ സീറ്റ് മുഴുവനായി നൽകേണ്ടതില്ല എന്ന് പറയുന്നത്. വിനീത, ഓർക്കേണ്ടതുണ്ട്, ഇത്തരത്തിൽ കടുംപിടുത്തം ഈ കയ്യിലുള്ള സീറ്റുകൾ തന്നെ മത്സരിക്കും. അതായത് ചോദിച്ചിരിക്കുന്ന സീറ്റുകൾ ചങ്ങനാശ്ശേരി, ഒപ്പം തന്നെ കുട്ടനാട്, ഏറ്റുമാനൂര്, ഇടുക്കി എന്നീ സീറ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. കോതമംഗലത്തിന്റെ കാര്യവും മനസ്സിലൊക്കെ കൊണ്ട് ചേർക്കുന്നുണ്ട്. എന്നാൽ ഈ സീറ്റുകൾ പ്രധാനമായും ഇപ്പോൾ കോതമംഗലമായാലും കുട്ടനാടായാലും ഇടുക്കിയായാലും വിട്ടുകൊടുക്കാൻ കേരള കോൺഗ്രസ് താല്പര്യമില്ല. പക്ഷേ ഒരു കോംപ്രമൈസ് PJ ജോസഫ് അവസാനമെങ്കിലും നടത്തേണ്ടി വരും. കാരണം 10 സീറ്റുകളും വിട്ടുകൊടുക്കുന്ന ഒരു നിലയിലേക്ക് പോകില്ല. കാര്യം കോൺഗ്രസിന് മാത്രമല്ല ഘടകകക്ഷിയിലെ പ്രധാന കക്ഷികൾക്കും പ്രധാന പാർട്ടികൾക്കും ഇത്തരത്തിലൊരു നിലപാടുണ്ട്. അതുകൊണ്ട് ചില കോംപ്രമൈസൊക്കെ അവസാനം PJ ജോസഫിന് നടത്തേണ്ടിയും വരും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് ഏറ്റുമാനൂരും വേറൊരു സീറ്റും, അത് ഒരുപക്ഷെ കുട്ടനാടാകാം, ഏതെങ്കിലും ഒരു സീറ്റ് കൂടി വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം, അല്ലെ രണ്ടോ മൂന്നോ സീറ്റുകളൊക്കെ വിട്ടുകൊടുക്കേണ്ട ഒരു രീതിയിലേക്ക് പോകാം. എന്നാൽ ഇടുക്കിയും ചങ്ങനാശ്ശേരിയും ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടാണ് ജോസഫ് വിഭാഗത്തിനുള്ളത്. അതിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയ മാർജിനിലാണ്. ഇടുക്കിയിലാണെങ്കിൽ റോഷി അഗസ്റ്റിന് 5000-ഓളം വോട്ടുകൾക്കാണ് അന്ന് UDFിൽ നിന്ന് കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജിനെ പരാജയപ്പെടുത്തത്. ഇപ്പുറത്തേക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ VJ ലാലി മത്സരിച്ച സമയത്ത് ജോബ് മൈക്കിൾ അന്ന് 5000-ഓളം വോട്ടുകൾക്കാണ് ഇപ്പുറത്തും ജയിച്ചത്. കേരള കോൺഗ്രസ് പിളർന്നതിന് ശേഷം കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസും മുഖാമുഖം നേരിട്ട 2 മണ്ഡലങ്ങളാണ് ഇത്. ഈ 2 മണ്ഡലങ്ങളും എന്തായാലും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് ഈ സമയത്ത്. ഏതായാലും ചെറിയ മാർജിനിൽ പരാജയപ്പെട്ട മണ്ഡലങ്ങൾ കൂടി പിടിക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് 10 സീറ്റ് എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. ലേബി സജീന്ദ്രനാണ് വിശദമായി തന്നെ വിലയിരുത്തിയത്. എന്താണ് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്നുകൂടി അറിയണം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കും കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കുന്നത്. സീറ്റുകൾ വിട്ടുനിൽക്കാൻ കഴിയില്ല
എന്ന ജോസഫ് വിഭാഗം നിലപാടെടുത്ത സാഹചര്യത്തിലാണ് നീക്കങ്ങൾ. ഇടുക്കി ഉൾപ്പെടെ 4 സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിജയസാധ്യത മുൻനിർത്തിയാണ് സീറ്റുകൾ ഏറ്റെടുക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം ജോസഫ് വിഭാഗത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഇതിപ്പോൾ 10 സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിറകോട്ടില്ല. പക്ഷേ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് അനുനയിപ്പിക്കാൻ പോകുന്നത്? വിനീത, ആദ്യ ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോട് ആവശ്യപ്പെട്ടത് ഈ തവണ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ്. ഏറ്റവും ചുരുങ്ങിയത് നിലവിലുള്ള 4 സീറ്റുകളെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറണം. ഇത് വിജയസാധ്യത മുൻനിർത്തിയാണ്. അവിടെ എന്തുകൊണ്ട് ആ സീറ്റുകൾ വേണം എന്നതിനെക്കുറിച്ച് കൃത്യമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ധരിപ്പിക്കാൻ KPC അധ്യക്ഷനടക്കം ശ്രമിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആ സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനുള്ള കോൺഗ്രസിന്റെ കയ്യിൽ സ്ഥാനാർത്ഥികളുണ്ട്. അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് സർവേ റിപ്പോർട്ടുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഏതായാലും ആ കാര്യത്തിൽ പാർട്ടി നേതൃത്വം വിശദമായി കൂടിയാലോചന നടത്തിയ ശേഷം മറുപടി നൽകാമെന്നാണ് PJ ജോസഫും മോൻസും പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ഉഭയകക്ഷി ചർച്ച അവിടെ അവസാനിച്ചത്. ഏതായാലും ഇനി തിങ്കളാഴ്ച വീണ്ടും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ നടത്തും. ആ ചർച്ചകളിലും അനുനയ നീക്കം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുക. വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കും. 4 സീറ്റ് ലഭിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. കാരണം കോൺഗ്രസ് നേതൃത്വം ഒന്ന് മുന്നണി വിപുലീകരണം എന്ന പ്രധാനപ്പെട്ട ദൌത്യം അത് ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. ഇനിയും ചില ഘടകകക്ഷികളെ LDF-ൽ നിന്നും UDF-ലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലുണ്ട്. ആ ഘട്ടത്തിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ്, പ്രത്യേകിച്ച് ഇടുക്കി അടക്കമുള്ള സീറ്റുകളിൽ കോൺഗ്രസിന് കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വാദിക്കുന്നത്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെയാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ റോഷി അഗസ്റ്റിനെ നേരിടാൻ കഴിയുന്ന വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയുണ്ട്. അവരെ കളത്തിലിറക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ജോസഫ് വിഭാഗത്തോട് മുന്നോട്ട് വെച്ചത്. ഏതായാലും ഈ കാര്യത്തിലുള്ള പ്രതികരണം തുടർ ദിവസങ്ങൾ ചർച്ചകളും നിർണായകമാകും. ഒരുപക്ഷെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി 1-2 സീറ്റുകൾ ഒരുപക്ഷെ കോൺഗ്രസിന് വിട്ടു നൽകാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് നിലപാട് കോൺഗ്രസ് കടുപ്പിച്ചാൽ വിട്ടുവീഴ്ചയ്ക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണത്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ? പക്ഷേ ഇത്തവണ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ ജയിക്കുക എന്നത് തന്നെയാണ്, ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് അത്തരം ചർച്ചകൾ നടന്നതിന് ശേഷം ഉഭയകക്ഷി ചർച്ചകളിൽ ഒരു തീരുമാനം ഇരു പാർട്ടികളും സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാം.